അമ്മച്ചി എന്താണ് അവന്? അമ്മച്ചി ഞാനിവിടെ ഉണ്ട്. വെള്ളം, ജലം, നീര്. ഇതന്നെ കവലയെ വെച്ച് മാനേജറെ കണ്ടിരുന്നു. ഇനി അവധി തരാൻ കഴിയില്ലെന്നാ പറയുന്നത്. ചായ വേണോ? അമ്മച്ചി വീടിന്റെ പര്യായം എന്തുവാ? വീട് വേണ്ടേ? എന്നിട്ടല്ലേ പര്യായം? കർഷക സംഘത്തിന്റെ കാശിരിപ്പുണ്ടെന്നല്ലേ പറഞ്ഞത്? അതിന് തൽക്കാലത്തേക്ക് വല്ലതും. അതൊന്നും എടുത്ത് മറിക്കാൻ ഒക്കത്തില്ല. അതിനൊന്നും നിയമമില്ല. എനിക്ക് വേണ്ടി നിയമം മാറ്റാൻ പറ്റൂ? പാർട്ടിക്ക് മാത്രമല്ല, വീടാകുമ്പോ ഇവിടെയും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഇനി ഈ വീട്ടിൽ വിൽക്കാനായിട്ട് ആ കിടക്കുന്ന വണ്ടി മാത്രമാണ്. അത് വിറ്റ ഇരുമ്പ് വില പോലും കിട്ടില്ല. നീ ഒന്ന് സമാധാനപ്പെടേണ്ട അനി. എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എന്ത് വഴി? ഒന്നും രണ്ടൊന്നും അല്ല, ലക്ഷങ്ങളാ. ഇത് കൊണ്ടേ പണയം വെച്ച് ഒരു 50,000 രൂപ മേടിച്ച് ബാങ്കിലടയ്ക്കും. എന്നിട്ട് 1 മാസം സാവകാശം കൂടെ തരാൻ പറ. വിഷമിക്കണ്ട. ഇനിയെങ്കിലും അളിയനെയും പെങ്ങളെയും മാത്രം നന്നാക്കാതെ ഇച്ചാനും കൂടെ നന്നാവാൻ നോക്ക്. ഹലോ ഹലോ അലക്സ് അല്ലേ? ആ പോസ്റ്റ് ഓഫീസിനാ. എന്നാ സാറേ? നിങ്ങൾ ഇവിടം വരെ ഒന്ന് വരണം. എന്നാ കാര്യം? അതൊക്കെ വന്നിട്ട് പറയാം. 50,000 ഉണ്ടല്ലോ. ഫോറസ്റ്റ് ഓഫീസിലോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നാ കാര്യം? എന്നാന്നറിയാൻ മേല. എന്നാ സാറേ, എന്നാ കാര്യം? എടോ സാർ കൊണ്ടുപോവാ. എന്റെ ഈശോയെ, എന്നതാ വെച്ചാൽ ഞാനീ കാണുന്നത്? എന്നാ പറ്റിയതാ? കരച്ചിലും പിഴിച്ചിലൊക്കെ അവിടെ ആക്കട്ടെ. അളിയനും പെങ്ങളും കൂടി എന്താ ചെയ്തതെന്ന് അറിയാവോ? നിർത്തടാ. എങ്ങോട്ടാ? അടിവാരത്തേക്ക് പോകുന്ന വഴിയാ. കല്യാണത്തിന് വരുന്നു ഫാമിലി ആയിട്ട്. എന്താ സാർ? കുറച്ച് ദിവസമായല്ലോ ഇവിടെ കിടന്ന് കറങ്ങുന്നു. ഞാനോ? ഇല്ല സാർ. എന്താ അത്? എന്തായി കെട്ടില്? തുറന്ന് കാണിച്ചു കൊടുക്ക്. വന്നേ. 1.5 കിലോ കഞ്ചാവ്, 3 കിലോ മ്ലാവർച്ചി. എന്താ വകുപ്പ് വല്ല പിടിയുണ്ടോ? ആനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് സെക്ഷൻ 51 ഷെഡ്യൂൾ 3 7 കൊല്ലം അകത്താവും. 1.5 കിലോ സെക്ഷൻ 20B1 10 കൊല്ലം. ഫാമിലി പാക്കേജാ. ടോട്ടൽ 17. കുടുംബസമേതം പോയി കിടക്കാം. എനിക്കൊന്നും അറിയത്തില്ല അച്ചായ. ഞാൻ ഇങ്ങനെ കൂട്ടുകാരന്റെ കല്യാണം കൂടാൻ പോയതാ മാട്ടുകട്ടയില്. എന്റെ പൊന്ന് സാറേ, ആ പാവങ്ങളെ വെറുതെ വിട്ടേക്ക്. ഈ പരനാറി എന്നെ വേണേലും ചെയ്തോ. നീ എന്നടാ നോക്കണേ? വിടാൻ വേണ്ടി എന്നെ വിളിപ്പിച്ചേ. എല്ലാരും വിട്ടേക്കാം. വലിയ ഉപകാരം. പക്ഷെ കുറച്ച് ചെലവുണ്ട്. ഓ, ഒരു 5 ലക്ഷം. ഇത് ഞങ്ങൾ കത്തിക്കും. നിങ്ങളിത് കൊണ്ടേ കറിയും വെക്കും. എന്തു പറയുന്നു? അയ്യോ സാറേ, ചതിക്കരുത്. എന്റെ പെങ്ങളും കൊച്ചും വഴിയാധാരമായി പോവും. ഞാൻ വേണേ സാറിനെ കാല് പിടിക്കും. കാശ് തന്നിട്ട് വേണം കാലൊക്കെ പിടിച്ചോ. ഇല്ലടോ. സാറേ, 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞാ എവിടെ നിന്ന് എടുത്ത് തരാനാ സാറേ? എന്നെങ്കിലും ഒന്ന് കുറയ്ക്കും. അതൊക്കെ എന്നതായി പറയുന്നേ? ഞാനിത് എവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ട് കൊടുക്കാനാ? എന്നാ ഒരു കാര്യം ചെയ്യും. 2.5 അത് കുറയത്തില്ല. ഇനി ഈ കാര്യത്തിൽ ഒരു വർത്താനവും ഇല്ല. വേണ്ട, നീ വന്നേ. ഇങ്ങ് വാ, നീ വാ.
എടാ ആ സംഘത്തിലെ കാശിരിപ്പില്ലേ അതും ഇപ്പൊ പണയം വെച്ച് കിട്ടിയ കാശും കൂടെ എടുത്ത് നീ അയാൾക്ക് കൊണ്ടേ കൊടു, അല്ലെങ്കിൽ ഇത് പുലിവാലാവും. സംഗതി വേറെ കേസാ. നീ അത് കേൾക്ക്. ഇങ്ങതാ വാ. പറ്റിപ്പോയി. എന്നാ സാറേ പറഞ്ഞത് മുഴുവനും ഉണ്ട്. എന്നാ ചെന്നാട്ടെ. വാ. ആ ഇതുകൂടി വെച്ചോ. നല്ല പച്ചക്കുരുമുളക് കൂട്ടി വരട്ടി അങ്ങ് എടുത്തോ. നീ എന്റെ കുടുംബം കുളന്തോണ്ടി അടങ്ങത്തുള്ളൂ അല്ലേ? ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ പാടത്തും പറമ്പത്തും പണിയെടുത്തുണ്ടാക്കിയ കാശാ ഞാൻ എണ്ണി കൊടുത്തത്. അത് ഇതുങ്ങളെ ഓർത്തിട്ടാ. നീ ഒന്നും ഗുണം പിടിക്കത്തില്ലടാ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വന്നേക്കുന്നു. എന്താടാ കമ്മ്യൂണിസ്റ്റുകാരുടെ കുഴപ്പം? അത്ര വലിയ ആദർശവാനാണെങ്കിൽ ഇച്ചായനത്തിന് ഇവിടെ കൈക്കൂലി കൊടുത്തത്. ഓടോ. നീ ഇങ്ങോട്ട് വാ, അവനുള്ളത് പടച്ചോൻ കൊടുത്തോണ്ട്. വർത്താനം കേട്ടു. നീ ഇങ്ങോട്ട് വാ. മനുഷ്യൻ ഇങ്ങോട്ട് നടക്കാനാ. മോൾ കയറി. എന്താടാ പറഞ്ഞ പന്നിയുടെ എന്താടാ പറഞ്ഞ നിന്റെ മറ്റോടെ നിയമത്തെ കുറിച്ച് പാർട്ടി ഓഫീസിൽ കയറി അലമണ്ട പാർട്ടി ഓഫീസ് നിന്റെ തറവാടാടാ. എന്റെ മോന് വേണ്ടി ലോൺ ചോദിച്ചപ്പോ അവനെന്താടാ പറഞ്ഞേ? വണ്ടി എടുത്തടാ. എന്റെ മോനെ കോളേജ് ചെറുക്കത്തിന് കാശ് ചോദിച്ചപ്പോ നീ എന്താടാ പറഞ്ഞേ? ഇവിടെ നിയമം നിന്ന് ഇപ്പൊ തന്റെ അളിയൻ കഞ്ചാവ് എടുത്ത് അകത്ത് പോയപ്പോ അവിടെ ഇറക്കാൻ സംഘത്തിന് കാശിടല്ലോടാ. നോക്കണ്ട, നിന്റെ അളിയൻ തന്നെ ഒന്ന് എന്റെ അടുത്ത് വിവരം പറഞ്ഞേ. ആൾക്കാരെ പറ്റിക്കാൻ നടക്കുന്ന സഖാക്കള് അപ്പൊ എടുത്തോണ്ട് പോടാ. നീ ഇറങ്ങുന്നില്ലേ? ഇല്ല. അലക്സേ കാശടച്ചോ? ആ അടച്ചു. എവിടെയാ അടച്ചത്? ബാങ്കിലോ അതോ ഫോറസ്റ്റ് ഓഫീസിലോ? നുണ പറയാനും പഠിച്ചല്ലേ? പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? എന്റെ കൂടപ്പുറപ്പായി പോയില്ലേ? കൂടപ്പിറപ്പ് ഏത് നേരം പെങ്ങളെയും കുടുംബത്തെയും കുറിച്ച് പറയാനേ നേരമുള്ളൂ. പെങ്ങളെ സ്നേഹിച്ചോ, സഹായിച്ചോ? വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് സ്നേഹമല്ല, ഭ്രാന്താ. കഷ്ടപ്പാട് സങ്കടമൊക്കെ നിങ്ങളുടെ പെങ്ങൾക്ക് മാത്രമല്ല, ബാക്കിയുള്ളവർക്കും ഉണ്ട്. അവക്കൊരു ആപത്ത് വരുമ്പോ പിന്നെ ഞാൻ എന്നാ ചെയ്യണമെന്നാ നീ പറയുന്നത്? എന്ത് ആപത്ത്? അവരെല്ലാം അപകടത്തിൽപ്പെട്ടോ? അതുപോലെ രോഗം വന്ന ആശുപത്രിയിലായോ? സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും കയറ്റിയ വണ്ടിയിൽ കള്ളും കഞ്ചാവും കടത്തുന്ന ഒരുത്തനെ കുടുംബത്തെ കയറ്റുമ്പോ ആലോചിക്കണമായിരുന്നു.